ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലൂടെ നമുക്ക് പോയാലോ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡിന് മുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത് നമ്മുടെ നന്ദിനിയും നമ്മുടെ വിനായകനും കൂടെ സംസാരിക്കുന്ന രംഗമാണ്. അതിൽ നമ്മുടെ നന്ദിനി നമ്മുടെ മാഷിനൊരു പേരിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ്? സർവോദയൻ സുധാകരൻ. അതാണ് നിങ്ങളുടെ അച്ഛന് ചേരുന്ന പേര്. അപ്പോൾ അത് കേട്ടപ്പോൾ സത്യത്തിൽ വിനായകനൊരു ചിരിയാണ് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞ് നന്ദിനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും വിനായകൻ അത് കേട്ടിട്ട് പറയാണ്, ശരിക്കും അവൾ ഇട്ട പേര് അച്ഛന് ചേരുന്ന പേര് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വിനായകൻ നിൽക്കുന്ന ആ രംഗത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയത്. ഇന്ന് വരാൻ പോകുന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ വിക്രമും വേദയും ആ വണ്ടിയിൽ കയറി നമ്മുടെ നാട്ടിൽ എത്താനുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അത് കഴിഞ്ഞ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. അതായത് അവർക്ക് ആകെ ടെൻഷനാണ്. വേദയും വിക്രമിന് എന്തു പറ്റി, ഇതുവരെയും ഒരു ആക്ഷനും നമ്മൾ ചെയ്തിട്ടില്ല, ഒരു കേസ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് മുത്തശ്ശി ഒരു വശത്ത് ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ കാണാം നമ്മുടെ വേദയുടെ അമ്മ ആ മുത്തശ്ശിക്ക് ചായയായിട്ട് കയറി വരികയാണ്. എന്തിനാ മോളെ നീ മേളി വന്നത്? ഞാൻ താഴെ വരില്ലായിരുന്നോ? അല്ലമ്മ, എനിക്കൊരു സമാധാനവുമില്ല വേദയുടെ കാര്യം ഓർത്തിട്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു കേസ് പോലും ഒരു മിസ്സിങ് പെറ്റീഷൻ പോലും ഇതുവരെയും നമ്മൾ കൊടുത്തില്ല. എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കണം. താഴെ വർഷമുണ്ടല്ലോ. അങ്ങനെ അവർ വേദയുടെ വിക്രമിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ശങ്കരേട്ടനോട് പറഞ്ഞിട്ട് നമുക്കൊരു മിസ്സിങ് പെറ്റീഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദയുടെ അമ്മ പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മോളെ അമ്മയെ നമുക്ക് എത്രയും പെട്ടെന്ന് വേദേനെ കണ്ടുപിടിച്ചെടുത്തിട്ട് വിക്രമിൻ്റെ അടുത്ത് നിന്നും വേദേനെ മാറ്റണം. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ച് അമ്മ പത്മത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ എന്താ മുത്തശ്ശി പത്മത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്തൊക്കെയാ ഈ പറയുന്നത് പത്മം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, കാര്യം എന്ന് വെച്ചാൽ ഈ വിക്രമിൻ്റെ സ്വഭാവ രീതി മാറ്റിയെടുത്ത് കൊണ്ടുവരണമെങ്കിൽ അമ്മേ വേദേനെ കുറച്ച് നാൾ അവിടെ നിന്ന് മാറ്റി വരുമ്പോൾ ആ ഒരു അകലം വരുമ്പോൾ അവരിലൊരു ഇഷ്ടം വരികയും അത് അവരിലൊരു സ്നേഹം വരികയും ചെയ്യും അമ്മ. അതിനു വേണ്ടി ഞാൻ ശ്രമിക്കാൻ പോവാണ് മോളെ. അതിപ്പോൾ എങ്ങനെയാണെന്ന് മുത്തശ്ശി ചോദിക്കും. അപ്പോൾ അമ്മേ ഞാൻ അതിനു വേണ്ടി ഒരിക്കലും വേദ എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരാൾ നമ്മുടെ കമലം അതായത് വിക്രമിൻ്റെ അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് സാധിക്കും. അതുകൊണ്ട് ഞാൻ കമലത്തെ കണ്ട് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയും, കുറച്ച് നാളത്തേക്കുള്ള അകലത്തിനാണ് അമ്മേ എന്ന് പറഞ്ഞാണ് പത്മ പറയുന്നത്. കാര്യം എന്നേക്കുമായിട്ട് അവരകറ്റാനല്ല, ഒരു ഗ്യാപ്പ് കുറച്ച് നാൾ വരുമ്പോൾ അവനിലാണെങ്കിലും ഒരു സ്നേഹവും ആ ഒരു സ്വഭാവ മാറ്റമൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് അമ്മ മുത്തശ്ശിയോട് ഈ കാര്യങ്ങൾ പറയുന്നത്, വേദയുടെ അമ്മ മുത്തശ്ശിയോട്. അപ്പോൾ ഇതൊക്കെ കേട്ടിരുന്നിട്ട് മുത്തശ്ശി പറയും, എന്തായാലും നമുക്ക് അവൾ എവിടെയാണെന്ന് അറിയണ്ടേ? അറിഞ്ഞാലല്ലേ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അമ്മേ, ഞാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കുന്നുണ്ട്. റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അവൾ എന്തായാലും തിരിച്ച് നമ്മളെ വിളിക്കും എന്നുള്ള ഉറപ്പ് അമ്മ മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന രംഗം നമ്മുടെ വേദയും വിക്രമവും ആ കാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ അവരെ വീട്ടിലൊക്കെ എത്തുന്ന ഒരു ഇതാണ്. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ വേദേനെയും വിക്രമിനെയും നമ്മുടെ വാസവൻ്റെ ഗുണ്ടകൾ അടച്ചിട്ട ഒരു ചെറിയ ഗോഡൗൺ പോലെ ഉണ്ടല്ലോ, അവിടെയാണ്. കാര്യം വിക്രമിൻ്റെ ബൈക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ വേദയുടെ ഫോണ് പേഴ്സൊക്കെ അവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും നടപടി ആവൂല. എന്നാലും പോയി നോക്കി നമുക്ക് പറ്റുമെങ്കിൽ അതെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പോകുന്ന വഴിക്ക് വേദ ചോദിക്കുന്നുണ്ട്, വിക്രം ഇനി എന്താണ് വിക്രമിൻ്റെ ജീവിത രീതികൾ? ഓ അതാണോ, ഞാൻ ഇനിയിപ്പോൾ ഒരു PSCയുടെ ബുക്കൊക്കെ മേടിച്ച് ഒരു PSC എക്സാമൊക്കെ എഴുതി ഒരു ഗവൺമെൻറ് ജോലി മേടിച്ച് ഒരു കാറൊക്കെ മേടിച്ച് ജോലിക്ക് പോയി വൈകിട്ട് വന്ന് TVയും കണ്ടിരുന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു കോമഡി അടിക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട്, ചെളുപ്പ് കോമഡി അടിക്കല്ലേ വിക്രം, സീരിയസ് ആയിട്ട് സംസാരിക്കുക എന്ന് പറയും. പിന്നെ ഞാൻ എന്താ വേണ്ടത്, അവൻ്റെ ആ കണ്ണുകളിലും അവൻ്റെ മുഖത്തും ഒക്കെ അറിയാം വേദ എന്താണ് അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതായത് അവളോടൊത്തുള്ളൊരു സുന്ദരമായ നല്ലൊരു ജീവിതം, അതാണ് വേദ ഉദ്ദേശിക്കുന്നത്. കാര്യം രണ്ടുപേരുടെയും മനസ്സിനകത്ത് രണ്ടുപേരോടും പ്രണയം തോന്നി തുടങ്ങി. ഒരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ അവർ രണ്ടുപേരും പരസ്പരം അവരെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ അത് രണ്ടുപേരുടെയും മുഖത്തുണ്ട്, അതൊന്ന് കേൾക്കണം. അപ്പോൾ വിക്രമിന് മനസ്സിലായി, മോളെ നീ ഇവിടുന്ന് സിറ്റി വീട്. കാര്യം എന്ന് വെച്ചാൽ നീ പോയി നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ എന്നെപ്പോലെ ഒരുത്തൻ്റെ കൂടെ കൂടി നിൻ്റെ ജീവിതം കളയണ്ടെന്ന് പറയും. ആണോ,
അങ്ങനെ എന്നിട്ട് വേറെ പെണ്ണൊക്കെ കെട്ടി ഞാൻ ജീവിച്ചോളാം എന്ന് പറയും. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചെയ്യാം, എന്തായാലും വേറൊരു പെണ്ണിന് എൻ്റെ ഒരു ഗതി വരേണ്ട, എന്തായാലും ഈ വിക്രമൻ മുതലാളിയുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു സ്വഭാവമാക്കിയിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്തായാലും മനസ്സിലുള്ള കാര്യമൊക്കെ എനിക്കറിയാം, തിരിച്ച് എൻ്റെ അതായത് വേദ പറയുന്നത് വിക്രമിൻ്റെ മനസ്സിലെ കാര്യം എനിക്കറിയാം, എൻ്റെ മനസ്സിലുള്ളതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്തായാലും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് പതുക്കെ പതുക്കെ അവരവിടെ നിന്ന് അങ്ങനെ പോയി ആ ഗോഡൗണിൻ്റെ അകത്ത് എത്തുകയാണ്. അപ്പോൾ വിക്രം ആദ്യം വേദ ഞാൻ പോട്ടെ, നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രം മുന്നോട്ട് പോവാണ്. ഒന്ന് നോക്കുക, അപ്പോൾ അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ വിക്രമിൻ്റെ ബൈക്കും കീയും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഭാഗ്യം, എൻ്റെ ബൈക്ക് എന്തായാലും ഇവിടെ ഉണ്ട്. എന്നിട്ട് നേരെ അവരെ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ വേദ എന്നെ കണ്ടെത്തും, വേദയുടെ മൊബൈൽ. അവൾ ആ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കോൾസ് അമ്മയുടെയും മുത്തശ്ശിയുടെയും വീട്ടിൽ നിന്നും ഒക്കെ വിളിച്ചൊക്കെയാണ്, ശ്രീജേട്ടത്തെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. അവളപ്പോൾ തന്നെ ഫോൺ എടുത്ത് മുത്തശ്ശീനെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ കോള് വരുന്നത്. അപ്പം മുത്തശ്ശി പറയും വേദമോളുടെ കോളാണ് വരുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശി സംസാരിക്കും. നീ എവിടെയാ മോളെ? അത് ഞാനും വിക്രമും കൂടെ ഒരു ടൂറ് പോയിക്കായിരുന്നു, ഞങ്ങളൊരു ഫോറസ്റ്റിൽ ആണ് പോയിക്കുകയാണെന്ന് പറയും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മ ഫോൺ മേടിച്ച് സംസാരിക്കും. മോളെ നീ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പറയുക, നീ നിന്നെ കൊണ്ടുപോയ ജീന മരണപ്പെട്ട കാര്യമൊക്കെ നീ അറിഞ്ഞോ? അത് വിക്രം പറഞ്ഞു. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാര്യം നീ ഇവിടെ നിന്ന് വന്നിട്ട് പോയ പിന്നെ നീ അങ്ങോട്ട് പോയിട്ടില്ല. വിക്രം പിറ്റേന്ന് ജീനയുടെ മരണത്തിന് വരണവരെ വിക്രം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസമാണ് വിക്രമിനെയും കാണാണ്ടാവുന്നത്. നിങ്ങൾ എവിടെയാണ്? സത്യം പറയുന്നു പറയുമ്പോൾ വേദ നടന്ന കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ വിക്രമും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നടന്ന സംഭവങ്ങളൊക്കെ അമ്മയോടും മുത്തശ്ശിയോടും പറയുന്ന രംഗമാണ് ആദ്യം അവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ ഫോൺ വെച്ചിട്ട് അവരവിടെ നിന്ന് നേരെ ബൈക്കിൽ കയറി വിക്രമിൻ്റെ വീട്ടിലോട്ട് പോകുന്ന രംഗമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വേദയുടെ അച്ഛൻ നമ്മുടെ വാസവൻ MLAയുടെ വീട്ടിലോട്ട് പോകുന്ന രംഗമാണ് അല്ലേ? വാസവൻ്റെ MLAയുടെ വീട്ടിലോട്ട് പോയിട്ട് വാസവൻ്റെ വണ്ടി കാർ ഒതുക്കിയിട്ടിട്ട് അദ്ദേഹം മാത്രം വാസവൻ്റെ വീട്ടിലോട്ട് ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വാസവൻ്റെ ഒരാൾ വന്ന് അസിസ്റ്റൻ്റ് വന്ന് ഡോറ് തുറക്കുമ്പോൾ ഇദ്ദേഹമാണ് നിൽക്കുന്നത്, ശങ്കരൻ ജഡ്ജി അദ്ദേഹമാണ് നിൽക്കുന്നത്. അദ്ദേഹം അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ വാസവൻ MLA ചാടി എഴുന്നേക്കും. ഇതാരാണ്? നമ്മുടെ ജഡ്ജി ഏമാനാണോ വന്നിരിക്കുന്നത്? വരൂ സാറേ, എന്താണാവോ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒരു മറയ്ക്കലാണ്. അപ്പോൾ ശങ്കരൻ പറയും, ഞാൻ നിൻ്റെ അധികം സംസാരിക്കാനായിട്ടൊന്നുമല്ല വന്നത്, എനിക്കൊരു കാര്യം അറിയണമെന്ന് പറയും. അയ്യോ എന്താണാവോ അദ്ദേഹത്തിന് അറിയേണ്ടത്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരേ ഒരു കാര്യത്തിൻ്റെ ആൻസർ മാത്രം അറിഞ്ഞാൽ മതി, വേദയും വിക്രമും കാണാനില്ല, അതിൽ നിനക്ക് പങ്കുണ്ടോ എങ്കിൽ എവിടെയാണ് എന്നുള്ളത് ചോദിക്കണം. എന്താണ് ജഡ്ജിമാരൻ, അതിന് കേസ് നടപടിയൊക്കെ അറിയാവുന്ന അങ്ങ് എൻ്റെ അടുത്താണോ വന്ന് ചോദിക്കുന്നത്? നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ, അതിന് മുന്നേ നിന്നോടൊന്ന് ചോദിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ്. അയ്യോ, സ്വന്തം കോടതിയിൽ വാദിയായ രാഷ്ട്രീയക്കാരനെതിരെ പ്രതിക്ക് ജാമ്യം നൽകിയ ജില്ലാ ജഡ്ജിയാണോ ഇത് ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് MLA വാസവൻ ജഡ്ജിനെ ഒന്ന് കളിയാക്കുന്ന കുറച്ച് ടോക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, 3 ദിവസമായി അവരെ കാണാനില്ല, എനിക്കതിൻ്റെ ആൻസർ മാത്രം കിട്ടിയാൽ മതി. എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയിക്കായിരുന്നു, ഞാൻ ഇന്നലെയാണ് തിരിച്ചു വന്നത്. പിന്നെ താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ പേര് ചേർത്ത് കൊടുത്തോളൂ, പക്ഷേ ഞാൻ ഡൽഹിയിലായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് ഞാൻ ഡീറ്റെയിൽ അന്നേരം ഞാൻ തെളിയിച്ചോളാം എന്ന് പറയും. ശരി, നീ തെളിയിച്ചോളൂ, അവരെ കാട്ടിൽ നീ ഓടിച്ച് വിട്ടതാണോ അതോ അവർ സ്വമേധയാ പോയതാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, അതോ അതിൻ്റെ പിന്നിൽ നിൻ്റെ കൈകളുണ്ടോ എന്നുള്ളത് മാത്രം എനിക്കറിഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. എന്തായാലും മിസ്സിങ്ങിൽ പങ്ക് നിനക്കില്ല, ഉണ്ടെങ്കിൽ നീ ശക്തമായ നീതിപീഠത്തിന് ശക്തമായ രീതിയിലുള്ള ഇത് നീ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ ശങ്കരൻ വാണിംഗ് കൊടുത്തിട്ടാണ് ശങ്കരൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രം പ്രൊമോയിൽ ഏകദേശം ഈ ഒരു രീതിയൊക്കെയാണ് വരുന്നത്. നമ്മുടെ വിക്രമും വേദയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇനി നേരെ വിക്രമിൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകുന്ന രംഗം. അതിനിടയിൽ നമ്മുടെ ശങ്കരൻ വേദയുടെ അച്ഛൻ ഇതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് വിക്രമിനെ വേദയെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഒരു പെറ്റീഷൻ കൊടുക്കാനുള്ളൊക്കെ തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രം പ്രൊമോയിൽ വരുന്നത് ഈ ഒരു കണ്ടൻ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വേദയും വിക്രമും അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ത്യാഗങ്ങൾ, അല്ലെങ്കിൽ അവർ വീട്ടിലെത്തിച്ചേരുമ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, അതായത് വീട് ജപ്തി പോയ കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല, അതൊക്കെ ഇനി അവർ അറിഞ്ഞിട്ട് വേണം, അറിയുമ്പോൾ
കാണുമ്പോഴാണ് അവർക്ക് ആകെ ഒരു ഇതാവുന്നത്. അതുമാത്രവുമല്ല, വേദേനെ വിക്രമിൻ്റെ അടുത്ത് നിന്ന് അകത്തിക്കൊണ്ട് പോകാനുള്ള നടപടികൾ വേദയുടെ അമ്മ ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്